നാടിനെ നടുക്കിയ തിരുവല്ലയിലെ സ്പാ കൂട്ടബലാത്സംഗത്തിൽ യുവതി നേരിട്ടത് ക്രൂരപീഡനം. സുബിൻ അലക്സാണ്ടറും കൂട്ടാളികളും തന്നെ ശാരീരികമായി മർദ്ദിച്ചു ബലാത്സംഗം ചെയ്തെന്ന് അതിജീവിത 24-നോട് പറഞ്ഞു. സഹപ്രവർത്തക ഗുണ്ടകൾക്ക് കൂട്ടുനിന്നതായും അതിജീവിത പറഞ്ഞു. കൂട്ടബലാത്സംഗത്തിന് പിന്നിൽ ക്വട്ടേഷനാണെന്ന് സംശയിക്കുന്നതായി സ്ഥാപന ഉടമയുടെ ആരോപണം. ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ട് സ്പായിലെത്തിയ 6-അംഗ സംഘം നടത്തിയത് നരനായാട്ട്. സ്പാ ജീവനക്കാരിയെ അതിക്രൂര പീഡനത്തിന് ഇരയാക്കി. കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തെന്ന് അതിജീവിത 24-നോട് പറഞ്ഞു. അവൻ നല്ലതായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. ഈ മുടിയെ പിടിച്ച് വലിക്കുന്നു, കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഭയങ്കര ഉപദ്രവമായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞി കത്തി അത് പെട്ടെന്ന് എന്റെ തൊണ്ടക്കുഴിയിൽ വെച്ചു. എന്നിട്ട് അവൻ എന്റെ തലയ്ക്കും മുഖത്തിനിട്ടും തലമുടി ഇങ്ങനെ അവൻ തല പൊക്കി പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. തന്റെ സഹപ്രവർത്തക ഗുണ്ടകൾക്ക് കൂട്ടുനിന്നതായി സംശയിക്കുന്നുവെന്നും അതിജീവിത പറഞ്ഞു. ഞായറാഴ്ച സ്ഥാപനത്തിലെത്താത്ത സഹപ്രവർത്തക സംഭവം നടന്ന ദിവസം വന്നതിൽ ദുരൂഹതയുണ്ടെന്നും അതിജീവിത പറയുന്നു. ഈ കുട്ടി ഇന്നേ വരെ ഈ സ്പായിൽ വരാൻ തുടങ്ങിയിട്ട് ഞായറാഴ്ച ദിവസം വന്നിട്ടേ ഇല്ല. അന്നത്തെ ദിവസം എന്തിനു വന്നെന്ന് അറിയത്തില്ല. മറ്റുള്ള ഗുണ്ടകളുമായിട്ട് ഈ സ്പാബിയുടെ കയറിയിരുന്ന് ഭയങ്കര ചിരിയും കളിയും വർത്താനും വേറെ ഏതൊക്കെയോ ഗുണ്ടകളുടെ കഥ പറയുന്നു, സോനുവിന്റെ കഥ പറയുന്നു, കണ്ണന്റെ കഥ പറയുന്നു. സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്ന സംശയം സ്ഥാപന ഉടമ പങ്കുവച്ചു. കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഗുണ്ടപ്പിരിവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പിരിവ് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം വന്നിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം. ഇത് ഒന്നുമില്ല, ജസ്റ്റ് വരുന്ന അറ്റാക്ക് ചെയ്യുവാണ്. ഒരു ഫസ്റ്റ് ടൈമാണ് നമുക്ക് വരുന്നത്. സംഭവത്തിൽ പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. ഒളിവിലുള്ള 4 പ്രതികൾക്കായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സ്പായിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പണം വാങ്ങിയിട്ടുണ്ടെന്ന ആരോപണം ഉൾപ്പെടെ പരിശോധിക്കും. കൂടുതൽ സങ്കീർണമായ കാര്യങ്ങളിലേക്കാണ് തിരുവല്ലയിലെ കൂട്ടബലാത്സംഗം വിരൽ ചൂണ്ടുന്നത്. ഉയർന്നുവന്ന എല്ലാ ആരോപണങ്ങളും സമഗ്രമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. തിരുവല്ലയിൽ നിന്ന് ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.